ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ സംസാരിക്കുന്നത് ഹംസയാണ്. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് ഈരാറ്റുപേട്ടയുടെയും കോട്ടയത്തിൻ്റെയും കറക്റ്റ് നടുക്കായ ഇവിടെ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു മറന്നുപോയി. എന്തായാലും ഇവിടെ ഒരു കോട്ടയം ജില്ലയിലാണ് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കി കട്ടപ്പനയിലേക്കാണ്. നല്ല വൈബ് നിറഞ്ഞ റോഡുകളിലൂടെയുള്ള യാത്രയായിരിക്കും. കാടും മലയും താണ്ടിയുള്ള യാത്ര. ആ യാത്ര എൻജോയ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വീഡിയോ മിണ്ടാണ്ട് അവിടെ കുത്തിരി ഞങ്ങൾ കണ്ടോട്. എൻ്റെ കൂടെ വരുന്ന പോലെ അങ്ങ് വരാം നിങ്ങൾക്ക്. ഇന്നലെ ഞാൻ നിന്നത് എൻ്റെ മക്കളെ ഇവിടെ ഉള്ളൊരു റൂമിലാന്നേ. ഒന്നും പറയണ്ട, എന്താ രസം എന്നറിയാം. ഇവിടെ 1200 കൊടുത്തിട്ട് ഇതിൻ്റെ ബേക്കല്ലുണ്ട് 3-4 തരത്തിലുള്ള റൂമാണ് അവിടെ ഉള്ളത്. വെറൈറ്റി ടൈപ്പ് റൂമുകൾ. പക്ഷെ റൂം കാണിക്കാനല്ല എന്നോടങ്ങ് മറന്നു പോയിക്കോ. ഒരു ചെറിയോൻ വിളിക്കുന്നുണ്ടേ, ഒന്ന് എടുത്തു നോക്കിയിട്ട് പിന്നെയും വരാം. പൊറോട്ടയും മുട്ട റോസ്റ്റും കഴിക്കുന്ന കേട്ടോ. അതാണ് നമ്മളെ ഹോട്ടൽ. തിന്നിട്ട് കാണാം. ഇതാണ് മക്കളെ നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ കേട്ടോ. കാളാഞ്ചി എന്നാ പേര്. അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അപ്പോൾ മക്കളെ ഞാൻ പിന്നെ അവിടുന്ന് അന്നേരം ഒരു കോളെല്ലാം വന്നിട്ട് ഇങ്ങ് പോന്നേനു. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഇടുക്കിയിലേക്കാണ്. കട്ടപ്പന എന്ന് പറഞ്ഞാൽ നല്ല വൈബ് റോഡ്. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ വേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ വീഡിയോ കാണുമ്പോൾ കാണുന്നുണ്ടാവും സൈഡിൽ ഇങ്ങനെ നരച്ച് വെള്ളയും കറുപ്പും എല്ലാം കൂടി മിക്സായ ഒരു പരിവായിട്ടല്ലേ. എന്ത് ചെയ്യാനാന്നേ നിങ്ങൾ തന്നെ പറഞ്ഞോ. ഇപ്പോൾ ഇടുക്കിയിൽ വന്നപ്പോൾ ചെയ്യാനാന്നേന്നൊക്കെയാണ് വരുന്നത് കേട്ടോ. ഓരോ നാട്ടിൽ പോയിട്ട് ഓരോ ഭാഷ പഠിച്ച് അവസാനം ഞാനിപ്പോൾ എന്തെന്നാ പറയേണ്ടതെന്ന് തിരിയാത്ത അവസ്ഥയാണ്. അതത് പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, മൊയിലാഞ്ചി ലേശം അങ്ങോട്ടും അതിൻ്റെ പുറത്തും ലേശം നീലാമരി എല്ലാം തേച്ചിട്ട് അങ്ങനെയെല്ലാം കുറച്ച് കാലമായി നിൽക്കുന്നത്. വല്ലാത്ത സങ്കടമുണ്ട്. 33 വയസ്സായിക്കുള്ളൂ, പക്ഷെ പോത്ത് പോലെയായി മുടിയോ താടിയെല്ലാം നരച്ച് എന്തോ ഒരവസ്ഥ. ഇനി ആ ഒരു കാര്യം ചെയ്ത് വിചാരിക്കുകയാണ്. അപ്പോൾ കാണുമ്പോൾ എൻ്റെ മോനെ ഇന്നലെ താടി കറുപ്പേനല്ല ഇന്നെന്താ നരച്ചാൽ പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് നരച്ചാൽ വിചാരിക്കണ്ട. ഇവിടെ എല്ലാം വൈറ്റൊക്കെ ഉണ്ട് ഫുള്ളായിട്ട് എന്നല്ല. അതൊന്നും ഇനി ഞാൻ നീലാമരിയോ മൊയിലാഞ്ചി ഒന്നും ഇടുന്നില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ നാടനാണല്ലോ. അതായത് പിന്നെ മായമൊന്നും ഇല്ലാത്ത സാധനങ്ങളെന്നെല്ലാം വിചാരിച്ചു. പക്ഷേ എന്തിനാന്നും വേണ്ട, കയ്യൊന്നും മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുവാനാവില്ല. നമ്മളിപ്പോൾ പിന്നെ ഓരോ ബൈക്ക് പോകുമ്പോൾ ഇതിങ്ങനെ നോക്കി നിൽക്കണം. നടക്കാത്ത കാര്യം. പെണ്ണുങ്ങൾക്കാന്നെ തട്ടാൻ കിട്ടാൻ മതി, മിന്നുവിൻ്റെയും കുറേ നരച്ച് കിട്ടാം. അപ്പോൾ അന്ന് പറഞ്ഞ അതിനിപ്പോൾ എൻ്റെ ചെറിയാൻ്റെ മുടി വയസ്സായി പോയോ എന്നൊന്നും ചോദിച്ച് ഹൃദയം തകർക്കുന്ന വാക്കുകൾ പറയരുത്. അല്ലേ തന്നെ ഒരു ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അകാല നരാന്നൊന്നും പറഞ്ഞൂടെ. 31 വയസ്സായില്ലേ. അപ്പോൾ ഇങ്ങനെ ഇത് വരുമ്പോൾ ഒരു ടെൻഷനാണ്. ഒരു മുടികാരിലൊക്കെ ടെൻഷനാണ്. അതിൻ്റെ ഇടയ്ക്കൽ ഇങ്ങനെ വന്നിട്ട് നിങ്ങൾ ഒന്നും മിണ്ടാണ്ടങ്ങ് നിന്നേക്കുക. വെറുതെ ഇനി നരച്ചു പോയല്ലോ ഇവിടെ. ഇതെന്തായതാ വയസ്സായി പോയില്ലേ എന്നുള്ള ഇതൊന്നും ചോദിക്കല്ലോ കേട്ടോ. വയസ്സായിട്ടല്ല, ഇനി ബോഡിയെല്ലാം ഒന്ന് അതെല്ലാ വീഡിയോ പറയുന്നത് ഇതിൽ പറയുന്നില്ല. അപ്പം ഞാൻ എന്നാൽ പോട്ടെ, മിന്നൂനൊന്ന് വിളിക്കട്ടെ. ഓളെ വിളിച്ചിട്ടില്ല. അപ്പോൾ എനിക്കിപ്പം നിർത്തി ഇങ്ങനെ കളിക്കാനാവില്ല. അപ്പോൾ മിന്നൂനെ വിളിക്കുമ്പോൾ വീഡിയോ എടുക്കാനാവില്ല. ഇനി കറക്റ്റ് 12:30 ആവും. 94 കിലോമീറ്റർ ഉണ്ട് കട്ടപ്പനയ്ക്ക്. ഇടുക്കി കട്ടപ്പന വൈബ് യാത്രയാണ് കേട്ടോ. അപ്പോൾ പോയിട്ട് വരുന്നു. പിന്നെ ഇതൊരു സുഖമുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളൊരു ഹംസേൻ്റെ ഒരു ഭാഗ്യമെന്ന്. പക്ഷേ ഒരു സുഖമുള്ള കാര്യമൊന്നുമല്ല. ഇങ്ങനെ വണ്ടിയിലിരുന്ന് കിലോമീറ്ററോളം പോകാമെന്ന് പറഞ്ഞാൽ നടുവേദനയും പെരാന്ത് പിടിക്കുകയും ചെയ്യും. നമ്മൾ പണി ഇതായി പോയിട്ട് പോകുക. ടൂറ് പോകുന്ന പോലെയല്ല. ഇടയ്ക്കല്ലൊന്ന് ടൂറ് പോകുന്ന എൻജോയ്മെൻറ്റാണ്. നിർത്താണ്ടുള്ള യാത്ര എന്ന് പറയുന്നത് മനുഷ്യന് പെരാന്ത് പിടിച്ചു പോകും. പക്ഷേങ്കിൽ നമ്മൾ ചെയ്യുന്ന സർവീസ് കറക്റ്റായിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ തന്നെ പോകുന്നത്. ഓരോ വീട്ടിലും പോയി ഓരോ ബോധ്യപ്പെട്ട് വീഡിയോ എടുത്ത് അവരുടെ കല്യാണം നടത്തുക എന്ന് പറയുന്നത് വേറെ രസമാണ്. നമ്മൾ 200-ൻ്റെ മുകളിൽ കല്യാണം ഇപ്പോൾ നടത്തി കേട്ടോ. അത് നമ്മളൊരു പ്രൊഫഷനായിട്ട് ഒരു ജോലിയായിട്ട് ഏറ്റെടുത്ത് ഇപ്പോൾ ചെയ്യുകയാണ്, ചെറിയ വീസ് കാര്യമൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ചാനലിൽ വീഡിയോ വരാത്ത. അല്ല ഇന്നലെ പറഞ്ഞതിനല്ലോ. അപ്പോൾ എന്നാൽ ഞാൻ ചലോ കട്ടപ്പന വൈബ് സ്ഥലം കണ്ടാൽ നിർത്തി വീഡിയോ കാണിക്കാം കേട്ടോ. ഓക്കെ, ഫോണേ സ്റ്റാൻഡിൽ വെച്ചതാ, കിട്ടുമോന്നൊന്നും അറിയില്ല കേട്ടോ. ഓക്കെ, സീറ്റിൻ്റെ ആ ഇതിലുള്ള അവിടെ വെച്ചതാണ്. നിങ്ങൾക്ക് ഈ വ്യൂ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. വാഗമണ്ണ് കൂടിയാണ് പോകുന്നത്. നമ്മൾ വാഗമണ്ണ് വഴിയല്ലേ വിചാരിച്ചത്. പക്ഷേ പെട്ടെന്നൊരു റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി പോയിട്ട് വാഗമൺ വഴി എത്തിപ്പോയി. ഇത് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണല്ലേ. പക്ഷെ ഇവിടെ ഒന്ന് ഇറങ്ങാനോ ഒന്ന് വൈബൊന്ന് എൻജോയ് ചെയ്യാനോ ഒന്നുമല്ല നമ്മൾ വന്നേ. നമ്മൾ പണിക്ക് വന്നേ. അതുകൊണ്ട് നമ്മൾ പോകാൻ. ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. വാഗമണ്ണിലെ സിപ്പ് ലൈനൊക്കെ ശരിക്കും ഭയങ്കര ഒരു ധൈര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ
എവിടെയെല്ലാം ഊരിപ്പോകുമ്പോൾ അങ്ങ് എന്തെങ്കിലും ആയിക്കണ്ടെന്നൊരു സ്ഥിതി അല്ലേ. ആകൊന്നുമില്ല എന്നാലും ഇപ്പം ഞമ്മക്ക് വേഗം അതൊന്നും നോക്കണ്ട. വേഗം അങ്ങ് നമ്മളെ തോപ്രാംകുടിക്ക് പോവുക. തോപ്രാംകുടി ഏരിയയിൽ ഇതുവരെ പോയിക്കില്ല. കട്ടപ്പന വന്നിക്ക്. കട്ടപ്പന ഇടുക്കിയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നിക്ക്. തോപ്രാംകുടി ഭാഗത്ത് ആദ്യമായിട്ട്. ഞാനൊരു പാട്ട് പാടണോ? വേണ്ട, കിട്ടുന്നുണ്ടോന്നൊന്നും അറിയല്ലേ. ഞാൻ ഫോണാടെ ഇങ്ങനെ വെച്ച് ഞാൻ അങ്ങോട്ട് നോക്കിയില്ല. മല കണ്ടല്ലോ, വലിയ മല. മഴയില്ല എന്തോ ഭാഗ്യത്തിന്. ഇവിടെയെല്ലാം വരും മഴ പെയ്യുമ്പോ ബേജാറാ എന്താകുമോന്നുള്ള. ഓഫ് ചെയ്ത് കളിയാലേ. ഏതോ നിദ്രതൻ യാത്ര ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ ഈ വീഡിയോ കാണുന്ന? ഇടക്ക് വേണേ പോരി കേട്ടോ, അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ. എനക്കങ്ങ് പോണമെന്നൊന്നും പറയരുത്, വെറുതെ വരിക ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ. എന്നിട്ട് തിരിച്ച് ഞാൻ വരുമ്പോൾ ഞങ്ങൾക്ക് പോകാനാവും. 5-6 ദിവസം ഉണ്ടാവും. അങ്ങനെ ആരുണ്ടെങ്കിൽ പറഞ്ഞോ, ഇങ്ങനെ പോവാം. ഏത് വർണ്ണങ്ങളും നീട്ടും നീലിലക്കുമ്പിൽ നിന്നുയരും. ഇപ്പൊ എത്ര മിനിറ്റ് ആയിക്കുണ്ടാവും? മിനിറ്റ് ഒന്നും നോക്കുന്നില്ല ഞാൻ. അതായത് ഇത് തന്നെ വൈബ്. സംഭവം എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ ഒരു സൗന്ദര്യം ഒരു രക്ഷയില്ല കേട്ടോ. മലമേലെ തൊടി വെച്ച് പെരിയാറിന്നു പെണ്ണല്ലേ ഇടുക്കി, അവളാണ് മിടുമിടുക്കി എന്നുള്ള പാട്ട് കേട്ടിക്ക നിങ്ങള്? അതല്ല ഈ ഇടുക്കിനെ കുറിച്ചല്ലേ. നമുക്ക് നല്ല ഏലക്കായും ഗ്രാമ്പും ഒക്കെ ഒരു കിട്ടുന്ന ഇവിടെ ഇടുക്കി കിട്ടി. ഇതിനേക്കാട്ടും അബദ്ധം നമുക്കൊക്കെ കിട്ടുന്നല്ലേ. ഇതെല്ലാം നല്ല കൃഷി. ഇതാ 2 ജാതിക്ക ഉണ്ടെങ്കിൽ എടുത്തോ. നമ്മളെ അതെ അതെ. ഇത് കണ്ട ഇവിടെയൊക്കെ ഏലം കൃഷിയാണ്. ഇത് കണ്ട ഞങ്ങള് ചെറുനാരങ്ങ ഉണ്ടാ, നല്ല ചെറുനാരങ്ങൻ്റെ മരം ഇവിടെ ഇടുക്കി ജില്ലയിൽ ആണുള്ളത് കേട്ടോ. ഇവിടെ കല്യാണ വീഡിയോ എടുക്കാൻ വന്നേ ചെറുനാരങ്ങൻ്റെ മരം നിങ്ങൾ കണ്ടിക്കാ. അത് കാണാണ്ട് എന്താ അല്ലേ. അതൊക്കെ ഏലക്കായിൻ്റെ തോട്ടം കണ്ടിക്ക നിങ്ങൾ, കാണിച്ചു തരണ ഏലക്കാത്തോട്ടം. നല്ല ഏലക്ക മക്കളെ അയച്ചാ നോക്ക്, ഏലക്കായി നോക്ക്. ഇതാണ് ഏലക്കായിൻ്റെ തോട്ടം എന്ന് പറയുന്നത്. നമ്മൾ നല്ല വെള്ളം കലക്കുവാനെല്ലാം എടുക്കൂലേ ഏലക്കായി, ഇങ്ങനെ എടുത്ത് മിക്സിയിലിട്ട് അടിക്കൂലേ. ഇത് എവിടുന്ന ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയോ? ഈ പൂവ് കണ്ടോ, അതിങ്ങനെയാണ് ഏലക്കായായി മാറുന്നത് കേട്ടോ. ഈ പൂവ് ഇതാ ഏലം കൃഷി. സുഗന്ധ വ്യഞ്ജനങ്ങൾ. എൻ്റെ പ്ലാൻ എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഒരു 5-10 കൊല്ലം കഴിഞ്ഞിട്ട് ഇടുക്കിയിൽ ലേശം സ്ഥലവും വാങ്ങിയിട്ട് ഞാനിങ്ങനെ പോരും ഇവിടത്തേക്ക്. ഇവിടെ എവിടെയും പുരയെടുത്ത് നിൽക്കുന്ന ഇതിനാ നാട്ടിൽ നിന്ന് ഇങ്ങനെ വെയിലും കൊണ്ട് ഇങ്ങനെ ഇതാകുന്ന ഇവിടെ അസുഖം. ഇതാ ജാതിക്ക. ഇത് ഈ ജാതിക്കയുടെ പൂവ്. ഒരു ടിമ്മിക്കൂടെ എടുത്തിട്ടുണ്ടോ? ഏലക്ക എടുക്കുമ്പോൾ ഓ ആയിക്കോട്ടെ. ഇത് തന്നെ ഞങ്ങൾക്ക് ഇത് തന്നെ വലിയ കാര്യമാണ്. ഇതെല്ലാം ഫ്രഷ് ആയിട്ട് കിട്ടുകയാണല്ലോ, നമുക്കെല്ലാം ഏതോ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. ഇതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ഇപ്പം ഇത് കണ്ടിട്ട് അപ്പുറം ഉള്ളവരൊന്നും ഞാക്കും ലേശം തരുമോന്നില്ല, ഞാക്കുള്ളതേ ഉള്ളൂ. മിന്നോന് ബിരിയാണി മസാല പൊടിക്കുവാനുള്ളതേ ഉള്ളൂ. ഓക്കെ ആയിക്കോട്ടെ.
നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണാം കേട്ടോ. കുരുമുളകും കുറവാ, നിങ്ങളെ ബുദ്ധിമുട്ടാണ്ട്, ഉണ്ടെങ്കിൽ കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഗൈസ് അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി ഞാൻ ഏലക്കായിൻ്റെ കണ്ടങ്ങൾ നോക്ക് മക്കളെ, നോക്ക്. മറിയേച്ച ഇങ്ങനെ കുത്തിരിഞ്ഞ ഏലക്കായ കണ്ടിക്ക നിങ്ങളിങ്ങനെ പോരെ കുത്തിരിഞ്ഞ മറിയേച്ച ജമീൽച്ച വേറെ ആരാളെ കതീശ നമ്മളെ വീഡിയോ ചാച്ചമാറാ കാണുന്നത്. നസീറച്ചാ നോക്ക്, ഈ പൂവാണ് വിരിഞ്ഞ് ഏലക്കായ ആകുന്നത് കേട്ടോ. ഏലം കാടുകൾ എന്ത് രസമല്ല, സിനിമയിലെല്ലാം കാണുമ്പോൾ തരുവായി. ഇതൊക്കെ ഇവരെ സ്ഥലമാണ് കേട്ടോ. നമുക്ക് കുറച്ച് സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ ആടുന്ന് കിട്ടി കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാ ഓന് വേന്നിങ് വാങ്ങിക്കളഞ്ഞിക്കല്ലോ ആടുന്നതെന്ന്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. മിന്നു പറഞ്ഞ നേച്ചുറൽ സാധനം പുരേന്ന് തന്നെ ചോദിച്ചിങ്ങ് വാങ്ങണം. അതിനൊരു നാണക്കേടും നിങ്ങൾ വിചാരിക്കണ്ട. ഓലിക്ക് വേണം എന്തെങ്കിലും ഒരു ഉറുപ്പ്യ കൊടുക്കുകയും ചെയ്തതാണെങ്കിൽ അത്ര പോലും നേച്ചുറൽ ആയിരിക്കൂലേ. അതുകൊണ്ട് ഞാനങ്ങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നാക്കിയപ്പോൾ ഓല് അൽഹംദുലില്ലാ ഓല് തന്നതാണ്. ഓല് നല്ല മനുഷ്യന്മാരാട്ടോ. എനിക്കിനി ഏലക്കായി കൊറിയറൊക്കെ ആണ് അയച്ചു തരും എന്നൊക്കെ പറഞ്ഞിക്ക്. ആടെ ഏലക്കായി നല്ല ഉണങ്ങിയതില്ല, തിന്നിട്ട് ലേശം തന്നു. സംഭവം തന്നെ ഇതിപ്പോൾ ഉഷാറായിക്കേ. എന്തായാലും ബിരിയാണി മസാലക്കുള്ള പിന്നെ ജാതിക്കയോ അതുപോലെ പിന്നെ 2-3 ഐറ്റംസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പച്ച ഏലക്ക എടുക്കപ്പെടും. ഇവിടെയൊക്കെ പച്ച ഏലക്ക എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിന്നുവിന് ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പോൾ യാത്ര തുടരട്ടെ മൂന്നാറിലേക്ക്. ഇതാ ഗൈസ്. അപ്പോൾ ആ ചർച്ചിലെ ബ്രിട്ടീഷുകാരുള്ള സമയത്തുള്ള ചർച്ചാണ് കേട്ടോ അത്. അപ്പോൾ ഗൈസ് മൂന്നാർ കാണാത്തവരെല്ലാം കണ്ട് ഡബിൾ ടെക്കർ. ഇതിപ്പോൾ കോഴിക്കോടും ഉണ്ട് ഡബിൾ ടെക്കർ. പക്ഷെ ഇവിടെ വേറെ വൈബാണ്. മലകളൊക്കെ നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ വന്ന എൻ്റെ കൂടെ ഇങ്ങനെ ഇവിടെ കറങ്ങാൻ കേട്ടോ. മൂന്നാറിൽ എന്തായാലും മൂന്നാറിൽ വന്നതല്ലേ, വെറുതെ അങ്ങ് ഇന്നിവിടെ സ്റ്റേ അടിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, നിന്നും കാണണ്ട, പ്രശ്നമായിരിക്കും ഇപ്പോൾ. മുസ്ലിം പള്ളി, ഒരു മലയിൽ ചർച്ച, ഒരു മലയിൽ അമ്പലം. അതെ, ഇപ്പൊ തിരക്ക് നല്ല കുറവാണല്ലേ മൂന്നാറില്. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് കുറവുണ്ട്. തിങ്കളാഴ്ച ഇല്ല, വെള്ളിയാഴ്ച ഭയങ്കര തിരക്കാണ്. വെള്ളി ശനി ഞായറൊക്കെ. ഇവിടുത്തെ മാർക്കറ്റ് കേട്ടോ. ചോക്ലേറ്റ് കാര്യം അവിടെ ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്. ഇത് ചായപ്പൊടിയൊക്കെ ഉള്ളതാണ് കേട്ടോ ഇവിടെ. നല്ല അടിപൊളി ഇതാ വെറൈറ്റി ടൈപ്പ് ചായപ്പൊടികളാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഓരോ മോഡൽ. ഇതാ സുഗന്ധി ഹോം മെയ്ഡ് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള മാർക്കറ്റ് കേട്ടോ ഇത്.